നമസ്കാരം. ഞാൻ കാർട്ടൂണിസ്റ്റ് ബാലചന്ദ്രൻ. ബാലു എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ ആദ്യം വരച്ചുകൊണ്ടിരുന്നത് ബാലു എന്ന പേരിൽ. ബാലു പറക്കോട്. പറക്കോട് എൻ്റെ സ്വദേശമാണ്. പറക്കോട് എന്ന് പറഞ്ഞാൽ അടൂരിനടുത്തുള്ള അടൂർ പുനലൂർ റോഡിലുള്ള സ്ഥലമാണ്. അടൂർ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണല്ലോ. അടൂർ ഭാസിക്, അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഭവാനി, അടൂർ പങ്കജം. അപ്പോൾ ഈ പറക്കോട് എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായ ചന്ത കൂടിയാണ്. വളരെ പഴയ ചന്ത. പറക്കോടും ചങ്ങനാശ്ശേരിയുമാണ് അന്നത്തെ പ്രസിദ്ധമായ ചന്ത. പറക്കോട് ചന്തയിലും ചങ്ങനാശ്ശേരി ചന്തയിലും ആനകളെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വിപുലമായ വിശാലമായ മാർക്കറ്റായിരുന്നു. അതൊക്കെ ഇപ്പോൾ ക്ഷയിച്ചു തുടങ്ങി. എങ്കിലും പറക്കോട് ചന്ത എനിക്കൊരു അഭിമാനമാണ്. കാരണം പറക്കോട് ചന്തയുടെ തൊട്ട് വടക്കേ അതിരാണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ വീട്. അതൊരു കൂട്ടുകുടുംബമായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അനിയനും ഒന്നിച്ച്, അമ്മുമ്മ എല്ലാം ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീട്. അപ്പോൾ ഞങ്ങളൊരു 4-5 6 കുട്ടികളുണ്ട്. അപ്പം തമാശ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു. കാരണം അച്ഛൻ ഇത്തിരി രസികനാണ്. ഞങ്ങളുടെ വീട്ടിൽ മനോരമ ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ബോബനും മോളിയും അതിനെപ്പറ്റിയുള്ള ചർച്ചയും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറക്കോട്ട് ചന്തയെപ്പറ്റി തന്നെ ഞങ്ങൾക്ക് കുറേ തമാശകളുണ്ട്. പറക്കോട് ചക്കനാട്ട് ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയുണ്ടായിരുന്നു. അപ്പോൾ ആ ആന അവിടെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും വരുമൊക്കെയാണ്. അപ്പം അതിനിടയ്ക്ക് ചേട്ടൻറ്റാർ ഒരു ദിവസം ഓടി വന്ന് പറഞ്ഞു, ഡാ ചക്കനാട്ട് രാമേന്ദ്രൻ കോണം കൊടുത്തുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ചിരിയായി. കാരണം അങ്ങനെ ഒരു ഭാവന പുള്ളിയുടെ ഭാഗത്ത്. അതുപോലെ പലതരത്തിലുള്ള തമാശകളും ഞങ്ങളുടെ പറക്കോട്ട് ചന്തയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അതുവഴി ആദ്യം അടൂരിൽ നിന്നൊരു ഓട്ടോറിക്ഷ, അന്ന് ഓട്ടോറിക്ഷ ഇല്ല അവിടെ, കാളവണ്ടിയും ബസ്സും ഒക്കെ ഉള്ളൂ, കാറും ഒക്കെ ഉള്ളൂ, അംബാസഡർ കാറും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ അടൂരിൽ നിന്ന് ഒരാൾ കയറി പറക്കോട്ട് ചന്ത വഴി പോയപ്പോൾ അങ്ങിങ്ങ് നിന്ന ആൾക്കാർ കൂവുമായിരുന്നു, ഇതെന്ത് പരിഷ്കാരമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയ്ക്കൊരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷം. ഈ ഇടുക്കി ഭാഗത്തെ സ്ഥലങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. അവിടെ മോറിസ് മൈനർ കാർ ആദ്യമായി വന്നപ്പോൾ മലവണ്ട് വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ ഓടിയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ പറക്കോട്ട് ചന്തയെന്ന് വെച്ചാൽ തിങ്കളും വ്യാഴവും ചന്തകളാണ്. രാവിലെ തുടങ്ങും ചന്ത. ഈ തമിഴ്നാട് ഏരിയയിൽ നിന്ന് ആൾക്കാർ വരിക, ഇഞ്ചി, കുരുമുളക്, കശുവണ്ടി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പം വെറ്റില ചന്ത, ഇങ്ങനെ പലതരത്തിലുള്ള ചന്തകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു നമ്മുടെ കുട്ടിക്കാലം. അപ്പം ബസ് കയറി പോകണമെങ്കിൽ അല്ലെങ്കിൽ നടന്നു പോകണമെങ്കിൽ തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞു. ചന്തയുടെ ഏരിയ കുറഞ്ഞു. അപ്പം കുറേ പഞ്ചായത്തിൻ്റെ കുറേ സ്റ്റാളുകൾ വന്നു. അങ്ങനെയൊക്കെ വന്ന് പഴയ ആ ഒരു പ്രൗഢി നഷ്ടപ്പെട്ട രീതിയിൽ, പിന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യുന്ന രീതിയും വളരെ കുറവായി. അപ്പോൾ ഞാൻ പഠിച്ചത് പറക്കോട്ട് ചന്തയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയുള്ള PGM ഹൈസ്കൂളിലാണ്, പി ഗോവിന്ദപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലാണ്. ആദ്യം പഠിച്ചത് പറക്കോട് LP സ്കൂളിലാണ്. അവിടുന്ന് PGM സ്കൂളിൽ പോയി. അവിടുന്ന് പഠിച്ച് SSLC കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പന്തളം കോളേജിലാണ് പിന്നെ പഠിക്കാൻ പോയത്. അപ്പോൾ പറക്കോട്ട് ചന്തയെ സംബന്ധിച്ചോളം പറക്കോട് എൻ്റെ ഓർമ്മയിൽ അവിടെ FACTയുടെ ഒരു ഗോഡൗണും വലിയൊരു ഓഫീസും തുറന്നു. എനിക്കൊന്നും 67-68 കാലഘട്ടമാണെന്ന് എൻ്റെ ഓർമ്മ. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആ പരിപാടിയിൽ പ്രസിദ്ധമായി നടന്ന സംഭവം യേശുദാസിൻ്റെ ഗാനമേളയായിരുന്നു. യേശുദാസ് അന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് യേശുദാസ് വെള്ളയും കൊടുത്ത്, വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് ഇടയെ കന്യകെ എന്നുള്ള ആ ആദ്യ ഗാനത്തോടു കൂടി ആ ഗാനമേള ആരംഭിച്ചു. അപ്പോൾ അന്നത്തെ യേശുദാസിൻ്റെ ശബ്ദവും ഇന്നത്തെ ശബ്ദവും വളരെ വ്യത്യാസമുണ്ട്. തുടക്കക്കാരൻ്റേതായ പതറിച്ചയും ഒരു സഭാകമ്പവും എല്ലാം അദ്ദേഹം കാണിച്ചിരുന്നു. അതിപ്പോഴും കുട്ടിക്കാലത്ത് കണ്ട ആ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ പറക്കോടിനടുത്തുള്ളൊരു സ്ഥലമാണ് ഏഴംകുളം. ഏഴംകുളം അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ തൂക്കമുള്ളൊരു അമ്പലമാണ്. ഭരണിയുടെ അടുത്ത ദിവസം രാവിലെ തൂക്കം. അത് കുട്ടികളെ, വഴിപാടുള്ള നേർന്ന കുട്ടികളെ ഒരാളിങ്ങനെ കയ്യിലെടുത്ത് അമ്പലം ചുറ്റുക. അപ്പോൾ ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുന്ന രഥമാണ്.
അപ്പം അതും കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. പിന്നെ ഭരണിയുടെ അന്ന് രാത്രി കളമെഴുത്തൊരു പരിപാടിയുണ്ട്. ഭദ്രകാളിയുടെ രൂപം പൊടികൾ കൊണ്ട് കളം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടത് ഭയങ്കര ഒരു ശബ്ദഘോഷത്തോടു കൂടി ആ കളം മായ്ച്ചു കളയുക. പിന്നെ അതിനകത്തെ പൊടികളാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ അറകാലിക്കൽ മഹാദേവ ക്ഷേത്രം. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പറക്കോട് ഇണ്ടളയപ്പൻ ക്ഷേത്രമുണ്ട്. ഇണ്ടളയപ്പൻ, അത് ഉണ്ടളയപ്പൻ എന്ന് പാർവതി ശിവനോട് പറഞ്ഞത് പതുക്കെ പതുക്കെ പറഞ്ഞ് ഇണ്ടളയപ്പൻ എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ പറക്കോട് ചന്തയിൽ തന്നെ ഒരു തിയേറ്ററുണ്ട്, SRK, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അമ്മാവൻ്റെയാണ് ആ തിയേറ്റർ. അപ്പം അവിടെ മാറ്റിനിക്കാണേലും ഫഷോയ്ക്കാണേലും ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാം, പാട്ടുകൾ കേൾക്കാം. അപ്പോൾ ആ കുട്ടിക്കാലം നമ്മളെ ഇപ്പം വൈകുന്നേരം 6 മണിയാകുമ്പം സിനിമ തുടങ്ങാനുള്ള പാട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അയ്യോ ഹോംവർക്ക് ചെയ്തോ. ആ രീതിയിലുള്ള ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും എനിക്കത്. അപ്പം പറക്കോട് ചന്ത, പറക്കോട് ആറുകാലിക്കൽ അമ്പലം, ക്ഷേത്രം, പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ YMCA പോലൊരു YMHA ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട്, യങ് മെൻസ് ഹിന്ദു അസോസിയേഷൻ, ചെറിയൊരു സംഘടന. അപ്പോൾ ഗീത ക്ലാസ്സൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ YMHA തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളൊരു ആർട്സ് ക്ലബ്ബ് ഉണ്ടായി, അത് നാടക അവതരണം ഉണ്ടായി, നാടകം ടിക്കറ്റ് വെച്ച് നടന്നു. അതിൽ ഞാനും അഭിനയിച്ചു. എനിക്ക് ഒരു നല്ല നടനുള്ള ഒരു മെഡലൊക്കെ കിട്ടി. മെഡലെന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഗിഫ്റ്റ് ഹൗസ് കടയിൽ നിന്ന് വാങ്ങിച്ചൊരു 50 രൂപ, 25 രൂപ 50 രൂപ വിലയുള്ളൊരു ഗോൾഡ് നിറത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ളൊരു മെഡലായിരുന്നു. എങ്കിൽ തന്നെ അതൊരു അംഗീകാരമായി എൻ്റെ മനസ്സിലിപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ പറക്കോട് ചന്ത മനസ്സിലിങ്ങനെ അതുകൊണ്ട് തന്നെ ബാലു പറക്കോട് എന്നുള്ള പേരിലാണ് ആദ്യമൊക്കെ കാർട്ടൂൺ വരച്ചുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞിട്ട് യേശുദാസൻ എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റ്, അദ്ദേഹമാണ് എൻ്റെ ഒരു ഗുരു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാലു പറക്കോട് അങ്ങ് ഒഴിവാക്കുക, കേരളത്തിൽ വേറെ ബാലുമാരില്ല. സത്യമാണ്. അന്ന് കാരണം തമിഴ്നാട്ടിലേ ഉള്ളൂ ബാലു എന്നുള്ള വാക്ക്, നമുക്കിവിടെ ബാലനേ ഉള്ളൂ. അപ്പം ബാലു വേറെ ആരുമില്ല. അതുമല്ല ഒരു പ്രത്യേക സ്റ്റൈലിൽ അത് എഴുതുമ്പം വേറെ ആരുമില്ലല്ലോ. അപ്പം പറക്കോട് ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കി. കുറേ കഴിഞ്ഞിട്ട് ബാങ്കിൽ ജോലി കിട്ടിയപ്പോഴാണ് ഈ ബാലു എന്നുള്ളത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് ബാലേന്ദ്രൻ എന്നാണല്ലോ ബാങ്ക് റെക്കോർഡ്സിൽ. അപ്പം മാനേജ്മെൻറ്റിനോട് ചോദിച്ചാൽ കാർട്ടൂൺ വരയ്ക്കാൻ അവർ സമ്മതിക്കില്ല, കാരണം ആക്ഷേപഹാസ്യമാണ്. ഞങ്ങളുടെ മേലധികാരികളെ കളിയാക്കാം, ഗവൺമെൻറ്റിനെ കളിയാക്കാം. അങ്ങനെയൊക്കെ വരുമ്പം ബാലു എന്നുള്ള പേര് തന്നെയാണ് നല്ലത്. പിന്നുള്ളത് ബാങ്കിൽ നിന്നൊരു പെർമിഷനൊക്കെ മേടിച്ചപ്പോൾ, ഞാൻ ഇന്ത്യൻ ബാങ്കിലാണ് ജോലി ചെയ്തത്, ആ കഥ പുറകെ വരാം. അപ്പം അന്ന് അവർ നിർബന്ധിച്ചു, രാഷ്ട്രീയം വരയ്ക്കാൻ പാടില്ല, ലീവ് എടുത്ത് വരയ്ക്കാൻ പാടില്ല, കാശ് വാങ്ങിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറേ നിബന്ധനകൾ വെച്ചുകൊണ്ട് ബാലു തന്നെ തുടർന്നു വന്നു. അപ്പോൾ പറക്കോട് ചന്തയുടെ വിശേഷങ്ങൾ ഒരുവിധം മനസ്സിലായി എന്ന് തോന്നുന്നു. പറക്കോട് എൻ്റെ രക്തത്തിൽ അറിഞ്ഞ, പക്ഷേ പറക്കോട് ചന്തയുടെ സ്വഭാവമൊന്നുമില്ല, ചിലപ്പോഴേ ഉള്ളൂ. അവിടുത്തെ ഒരു ചന്ത സ്വഭാവം കാണിക്കരുത് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലോ. പക്ഷേ അത് കഴിവതും അങ്ങ് ഒഴിവാക്കി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഈ കാർട്ടൂൺ രചന വന്നത് കുറേ കൂടെ കഴിഞ്ഞിട്ടാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിലാരും സാഹിത്യകാരന്മാരോ കാർട്ടൂണിസ്റ്റുകളൊന്നുമില്ല. പക്ഷേ തമാശകൾ പറയാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ആനയുടെ തമാശ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള തമാശകൾ അത് അന്ന് വന്നിരുന്നു. ഈ പറക്കോട്ട് ചന്തയുടെ വിശേഷങ്ങൾ പിന്നെയും ഉണ്ട്, കുറേ ഉണ്ട്. ഇപ്പോഴാണ് ഓരോന്ന് ഓർമ്മ വരുന്നത്. പുനലൂരിൽ നിന്ന് എറണാകുളത്തിന് ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ തുടങ്ങി. ഞങ്ങളുടെ കുറേ നിവേദനം കൊടുത്തിട്ടൊന്നും പറക്കോട് സ്റ്റോപ്പില്ല, പറക്കോട് ചന്തയായിട്ടും. അപ്പം പത്തനാപുരം കഴിഞ്ഞാൽ പിന്നെ അടൂരേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ മാർക്കറ്റ് ദിവസമാണ്. അപ്പം കുറേ ആൾക്കാർക്ക് വാശിയായി, ഇവനെ ഇവിടെ നിർത്തിയിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പം കയറാനും ആൾക്കാരുണ്ട്. അപ്പോൾ കയറാനുള്ള ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ട് ഒരു കട്ടവണ്ടി കൊണ്ടുവന്ന് റോഡിന് കുറുകെ അങ്ങിട്ടു. അപ്പുറം ഇപ്പുറവും വണ്ടികളും കാളവണ്ടിയും അത് ഇതൊക്കെ ആയിട്ട് റോഡങ്ങ് ബ്ലോക്കാക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാർ കയറാൻ ലോറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കണ്ടക്ടർ ദേഷ്യപ്പെട്ടു.
ഇവിടെ സ്റ്റോപ്പില്ല. അവിടെ ഞങ്ങളുടെ ഒരു റിബൽ പാർട്ടി ചോദിച്ചു, ഞങ്ങൾ കയറിയാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പത്തനാപുരത്തു നിന്നുള്ള ടിക്കറ്റ് എടുക്കണം. ശരി, ഞങ്ങൾ എടുത്തോളാം, കഥ തുറക്കുക എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് ഞങ്ങളെല്ലാം കയറി. പലരും കയറി വണ്ടി വിട്ടുപോയി. അതൊരു ഭയങ്കര ചർച്ചാ വിഷയമായി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പറക്കോട് ചന്തയുടെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു പറക്കോടിനും ഒരു സ്റ്റേജ്, ഫെയർ സ്റ്റേജ് ഒപ്പിച്ച് തരികയും ചെയ്തു. പിന്നുള്ളത് മാസത്തിലൊരിക്കൽ അവിടെ കാളക്കച്ചവടം നടക്കും. വിപുലമായ കാളക്കച്ചവടം, എവിടെ നോക്കിയാലും കാളകളായിരുന്നു അന്ന്. അപ്പം ഞങ്ങളുടെ ഈ പറമ്പിന് വലിയ മതിലുകളൊന്നുമില്ല, ചുറ്റുമതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാളകളെ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കുക. പൊടിയരിപ്പൊടിയാണ് പിണ്ണാക്കും ചേർത്ത് തിളപ്പിച്ച് വേവിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുളയുടെ കഷ്ണം എടുത്തിട്ട് ഒരു ചോർപ്പ് പോലെ ഉണ്ടാക്കുക. ചോർപ്പ് അല്ലെങ്കിൽ ഒരു പാത്രം പോലെ ആക്കിയിട്ട് അതിനകത്ത് ഇത് നിറച്ചിട്ട് കാളയുടെ വാ തുറന്നിട്ട് വായ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ പുളിയരിപ്പൊടി, പിണ്ണാക്ക്, വെള്ളം എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ പാത്രങ്ങൾ, അടുപ്പൊക്കെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് കൂട്ടുന്നത്. എന്നിട്ട് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഓരോ കാളയ്ക്കും വയറ് നിറച്ച് കൊടുക്കും. എങ്കിലേ അതിനെ കാണുമ്പോൾ ഒരു ഗമയുള്ളല്ലോ, ഗുമ്മുള്ളൂ. അപ്പോൾ കാളമാർക്ക് ഇതെല്ലാം കൊടുത്തിട്ട് അതിനെ കൊണ്ട് കച്ചവടം നടത്തും. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഉള്ള ഒരു ഗുണം, അവർ കുറച്ച് ഈ കാളകളെല്ലാം കെട്ടിയതിൻ്റെ ചാണകം കിട്ടും, കൃഷിക്ക് ഉപയോഗിക്കാം. കുറേയധികം ചാണകം കിട്ടും. ആ രീതിയിലുള്ള ഇതാണ്. പിന്നുള്ളത് ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടത്, ഈ തമിഴ്നാട്ടിൻ്റെ ബോർഡറിൽ നിന്നാണ് ഈ കാളകളെയൊക്കെ കൊണ്ടുവരുന്നത് പലതിനെ. അവിടെ കൊണ്ടുവന്നിട്ട് കാല് കെട്ടിയിട്ടിട്ട് 4 കാലും കൂട്ടിക്കെട്ടി ഇതിനെ കാളയെ അങ്ങ് മറിച്ച് കടത്തിയിട്ട് കാലയിലെ പഴയ ലാടം അതിങ്ങ് ഊരുക. തേഞ്ഞു തുടങ്ങിയ ലാടങ്ങൾ എടുക്കും, എന്നിട്ട് പുതിയ ലാടം ഫിറ്റ് ചെയ്യണം. അതിന് ഈ കുളമ്പിൻ്റെ സൈഡൊക്കെ ഉളി വെച്ച് ചെത്തി ഒന്ന് ഷേപ്പാക്കി. അകത്തോട്ട് പോവില്ല, അകത്തോട്ട് പോയാൽ ചോര വരും, ഇതാവും. ഇത് നഖം പോലെ അമൃതമായ സെല്ലുകളാണ് ഈ കുളമ്പെന്ന് പറയുന്നത്. അത് കട്ടിക്കുളമ്പാണ്. അതിങ്ങനെ ചെത്തിയിട്ട് നമ്മുടെ മന്ദാരത്തിൻ്റെ കായുണ്ടല്ലോ, ഉണങ്ങിയ ഏതാണ്ട് അതുപോലെ ഇരിക്കും ലാടം. ആ ഒരു കർവൊക്കെ ഉള്ള ലാടം ഇങ്ങനെ, അതിലൊരു 4-5 ആണിക്കൊക്കെ നീളം കുറവാണെങ്കിലും തുളച്ച് കയറുന്ന സൈസ്. ഈ കാളകളെ ഇങ്ങനെ കിടത്തിയിട്ട് ഓരോ കാലിൻ്റെയും കുളമ്പിൽ ഈ ലാടം അടിച്ച് കയറ്റുക. അപ്പം എന്തെങ്കിലും പ്രശ്നത്തിൽ ഇത്തിരി അകത്തോട്ട് കയറിപ്പോയാൽ കാള പിടയ്ക്കും. അപ്പം ഞങ്ങളിതെല്ലാം കുട്ടിക്കാലത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്നു. ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും കാണാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഈ കാളകളെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കളിക്കാനൊരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഇതാണ്, ഞങ്ങളുടെ ആരുടെയെങ്കിലും കാല് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി 2 പേര് ചേർന്ന് മറിച്ചിടും. എന്നിട്ട് കാലയിൽ ലാടം അടിക്കുന്നതായിട്ടൊക്കെ ഞങ്ങൾ കളിക്കും. ആ രീതിയിലുള്ള കുട്ടിക്കാലവും ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് സിനിമ എന്ന് വെച്ചാൽ തമിഴ് സിനിമകളാണ് കൂടുതലും വരുന്നത് ഈ SRK എന്ന് പറയുന്ന തിയേറ്ററിൽ. അപ്പോൾ അച്ഛൻ്റെ സഹോദരിമാർ 2-3 പേരും മെഡ്രാസിലുണ്ട്. അവരും അവരുടെ മക്കളും എല്ലാം കൂടെ ഞങ്ങളുടെ നാട്ടിലെ അവധിക്കാലത്ത് വരും. അപ്പോൾ അങ്ങനെയാണ് ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ, MGR തുടങ്ങിയ ആൾക്കാരുടെ തമിഴ് ഡയലോഗുകൾ. നീ എന്നെ നനച്ചേൻ, ഞാൻ സോമ്പേരി ഏമ്പേരി നനച്ചാ തുപ്പാക്കിയാലേ സുട്ടിടുവേൻ. കുറേ ഡയലോഗൊക്കെ ഞങ്ങളിങ്ങനെ തമിഴിൽ പറഞ്ഞു വരിക. സിനിമ കാണുമ്പോഴൊക്കെ ഡയലോഗ് കാണാപ്പാടം പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തമിഴുമായിട്ട് ഈ അടൂർ പുനലൂർ ഭാഗത്തുള്ളവർക്ക് തമിഴുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. പിന്നുള്ളത് അന്നത്തെ പച്ചക്കറി നമ്മൾ നട്ടാലും നല്ലപോലെ ഉണ്ടാകും. കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഉത്സാഹം തോന്നുന്ന രീതിയിലുള്ള പാവയ്ക്ക, പടവലങ്ങ. ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഞാനും എൻ്റെ കോളേജ് കാലത്ത് പോലും ഞങ്ങളും കൃഷി ചെയ്തിട്ട് ധാരാളം പാവയ്ക്കായും കാന്താരിമുളക്, പച്ചമുളക് ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ നട്ടാൽ ശരിയാകുന്നില്ല, കീടങ്ങളെ ശല്യം, കീടനാശിനി ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം അന്നത്തെ ആ കുട്ടിക്കാലം, അന്നത്തെ ആ പച്ചക്കറി കാലം പലപ്പോഴും വല്ലാത്തൊരു വിഷമം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ്. എങ്കിൽ തന്നെ ഇവിടെ നട്ടാൽ തന്നെയും അന്നത്തെ സമ്പൽ സമൃദ്ധിയോടുകൂടി പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ആ കുട്ടിക്കാലം വളരെ ഇന്നും നല്ലപോലെ വടിവുള്ള ഓർമ്മകളായിട്ട് ഇങ്ങനെ നീളുന്നു. വളരെയധികം ഒരു തരത്തിൽ ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കുട്ടിക്കാലം കിട്ടിയത്. സംഭവബഹുലമായ, നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള കൊച്ചു വർത്താനങ്ങളും തമാശകളും ഉന്തും തള്ളും, കണ്ട സിനിമയെ പറ്റിയുള്ള ഡയലോഗ്, ബോബനും മോളിയിലെ കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗ്, ഇതൊക്കെ ഓർത്ത് ചിരിച്ചും കളിച്ചും നടന്ന ആ കുട്ടിക്കാലമാണ് പറക്കോടിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്.